സോ നമുക്ക് എല്ലാവർക്കും സൂപ്പർ ഹീറോസിനെ ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമാണ്. കാരണം അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള പവേഴ്സ് അവരിലുണ്ടാകും. ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരിലും ഇത്തരത്തിലുള്ള സൂപ്പർ പവേഴ്സ് ഉണ്ട്. അവർക്ക് ഈ സൂപ്പർ പവേഴ്സ് വരുന്നത് എന്തെങ്കിലും അസുഖത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീനുകളിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ്റെ ഫലമായിട്ടാണ്. സോ അത്തരത്തിലുള്ള 10 സൂപ്പർ ഹീറോ ഡിസീസസിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യം വരുന്നത് മയോസ്റ്റാറ്റിൻ റിലേറ്റഡ് മസിൽ ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഈ അസുഖം ബാധിച്ചിട്ടുള്ളവർ എക്സ്ട്രീംലി സ്ട്രോങ് ആയിരിക്കും. അതായത് നോർമൽ മനുഷ്യൻ കൈവരിക്കുന്ന ആരോഗ്യത്തിൻ്റെ ഡബിൾ ആയിരിക്കും ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവരുടെ ശരീരത്തിൽ കാണപ്പെടുന്ന മസിലുകൾ തന്നെയാണ്. ഒരു നോർമൽ മനുഷ്യൻ്റെ ശരീരത്തിൽ കാണപ്പെടുന്നതിൻ്റെ 2 ഇരട്ടി വലിപ്പമായിരിക്കും ഇവരുടെ മസിലുകൾക്ക്. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾ കാണപ്പെടുന്നു, എല്ലിന് ചുറ്റും മസിലുകൾ കാണപ്പെടുന്നു, അതുപോലെ തന്നെ കൊഴുപ്പും അടിഞ്ഞുകൂടുന്നു. എന്നാൽ ഇവരുടെ ശരീരത്തിൽ ജന്മനാ തന്നെ കൊഴുപ്പിൻ്റെ അംശം വളരെ കുറവാണ്. കാരണം കൊഴുപ്പിരിക്കേണ്ട സ്ഥലത്ത് കൂടി മസിലുകൾ കാണപ്പെടും. കൂടുതൽ മസിലുകൾ ഉണ്ടെന്നാൽ കൂടുതൽ ആരോഗ്യം ഉണ്ടെന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ആരോഗ്യം കാണപ്പെടും. 2005 ജനിച്ച ലിയാം ഹീക്സ്ട്രാക്ക് എന്ന് പറയുന്നൊരു പയ്യൻ. സോ കാഴ്ചയിൽ ജനന സമയത്ത് മറ്റുള്ള കുട്ടികളെ പോലെ തന്നെയായിരുന്നു. പക്ഷേ 3 മാസമായപ്പോഴേക്കും ഇവൻ്റെ ശരീരഘടന മാറാൻ ആരംഭിക്കുന്നു. ഏതാണ്ട് 6 മാസമായപ്പോഴേക്കും ശരീരത്തിലെ പല മസിലുകളും വികസിക്കുന്നതായി കാണപ്പെടുന്നു. 3 വയസ്സായപ്പോൾ തന്നെ 40% മസിലുകൾ വളരെയധികം ഉറച്ചതും അതുപോലെ തന്നെ പുറത്ത് പ്രകടമാകുന്ന രീതിയിലും കാണപ്പെടും. ഇനി രണ്ടാമത്തെ അസുഖത്തിന്റെ പേരാണ് കോൺജെനിറ്റൽ അനൽഗീസിയ. വേദന ഒരിക്കലും അറിയില്ല. അതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വേദന ഒരിക്കലും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ഡിപ്രഷൻ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകില്ല, അല്ലെങ്കിൽ വിഷമം ഉണ്ടാകില്ല. സിനിമകളോ അല്ലെങ്കിൽ ചില പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ത്രില്ല് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അഡ്രിനാലിൻ ലെവലൊക്കെ കൗണ്ട് വ്യത്യാസം വന്ന് നമുക്ക് ഒരു പേടി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി പോലുള്ള സംഭവങ്ങൾ വരാറുണ്ട്. സോ ഈ അസുഖം ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ യാതൊരു സംഭവം ഉണ്ടാകില്ല. മാത്രമല്ല ഈവൻ ഒരു ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഇവർക്ക് അനസ്തേഷ്യ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് വേദന ഒരു തരി പോലും അറിയാൻ പറ്റില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. SCN9A എന്ന് പറയുന്ന ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനാണ് ഇതിന് കാരണമാകുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇവർക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇവർക്ക് ഓർമ്മക്കുറവ് ചില സമയത്തിൽ അനുഭവപ്പെടാറുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സൂപ്പർ ഹീറോ ഡിസീസാണ് അർബാച്ച് വീറ്റ് ഡിസീസ്. പേടി എന്നൊരു സാധനം ഉണ്ടാകില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രേത സിനിമ കാണുകയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പ്രദേശത്ത് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭയമൊക്കെ ഉണ്ടല്ലോ. സോ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഭയവും ഉണ്ടാകില്ല. എത്ര റിസ്കി ആയിട്ടുള്ള ജോലികൾ ചേരുന്നാലും അല്ലെങ്കിൽ എത്ര റിസ്കി ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിരുന്നാലും അല്ലെങ്കിൽ ട്രക്കിങ്ങോ എന്ത് സംഭവങ്ങൾ തന്നെ ചെയ്തിരുന്നാലും ഇവർക്ക് പേടിയുണ്ടാകില്ല. ഇതിൻ്റെ സഹായിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ തന്നെയുള്ളൊരു പോർഷനായിട്ടുള്ള അമിഗ്ഡാല എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. സോ ഇത്തരത്തിലുള്ളൊരു പോർഷൻ കാരണമാണ് നമ്മുടെ ഉള്ളിൽ ഇതുപോലുള്ള വികാരങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇവരിൽ ഈ അമിഗ്ഡാല എന്ന് പറയുന്നൊരു പോർഷൻ ഹാർഡ് ആവുകയും മാത്രമല്ല പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. സോ അതുകൊണ്ടാണ് ഇവർക്ക് ഒരു തരത്തിലും പേടി ഒന്നിനോടും തോന്നാത്തത്. എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് പ്രോട്ടീൻ അല്ലെങ്കിൽ ECM1 എന്ന് പറയുന്ന ജീനിൽ ഉണ്ടാകുന്ന ജനിതക മാറ്റങ്ങളാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നതിനുള്ള കാരണം. ഇനി ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ അസുഖം ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് ശബ്ദം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അപസ്മാരം പോലുള്ള അസുഖങ്ങൾ പിടിപെടാറുണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ മുഖത്ത് ചില പാടുകൾ അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന അല്ലെങ്കിൽ തൊലി പെട്ടെന്ന് കട്ടിയാവുക തുടങ്ങിയ അസുഖങ്ങളൊക്കെ കാണപ്പെടുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത് വരുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് സാവൻ സിൻഡ്രോം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും വന്നാൽ കൊള്ളാം എന്നുള്ളൊരു അസുഖമാണ്, പക്ഷേ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള കാര്യങ്ങളായിരുന്നാലും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതായത് ഒരു ആവറേജ് മനുഷ്യൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി അത്രത്തോളം വലുതായിരിക്കും. പക്ഷേ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള മനോവൈകല്യങ്ങൾ വന്നിട്ടുള്ള ആളുകളിലാണ് ഇത്തരത്തിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടിസം പോലുള്ള അസുഖം ബാധിച്ചിട്ടുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് വന്നു പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓട്ടിസം ബാധിച്ചിട്ടുള്ള ആളുകളിലാണ് ഇത് കാണുന്നതെങ്കിൽ ഇവരെ ഓട്ടിസ്റ്റിക് സാവൻസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ തലച്ചോറിൽ എന്തെങ്കിലും അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഞരമ്പുകളിൽ എന്തെങ്കിലും മുറിവുകൾ ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുമുള്ള ആൾക്കാർക്ക് ഈ ഒരു അസുഖം അല്ലെങ്കിൽ സാവൻ സിൻഡ്രോം വരുന്നുണ്ടെന്ന് കാണപ്പെടുന്നു. പിന്നെ ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നുകിൽ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ടുള്ള തിങ്കിങ്, അല്ലെങ്കിൽ അനാലിസിസ് പോലുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകൾ, സംഗീതമായിരുന്നാലും ഇല്ലെങ്കിൽ ശില്പകലയായിരുന്നാലും പെയിൻറ്റിംഗ് ആയിരുന്നാലും ഇത്തരത്തിലുള്ള കലാവാസനകൾ കൂടി ഇത്തരത്തിലുള്ള അസുഖം വരുന്നവർക്ക് കാണപ്പെടുന്നു. നിലവിൽ 100-ൽ താഴെ ആളുകൾക്ക് മാത്രമേ ഈ ഒരു അസുഖം സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഇനി ഇതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് കിം പീക്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 12,000-ൽ പരം പുസ്തകങ്ങൾ ഇതിനോടകം മനഃപ്പാടമാക്കി
മാറ്റി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. മാത്രമല്ല ഇദ്ദേഹത്തിന് 10-ലധികം അല്ലെങ്കിൽ 12-ലധികം ഫീൽഡിലൂടെ താല്പര്യമുണ്ട്. ഫീൽഡ് എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ ആയിരുന്നാലും ഹിസ്റ്ററി ആയിരുന്നാലും ജോഗ്രഫി ആയിരുന്നാലും ഇപ്പോൾ സ്പോർട്സുകളായിരുന്നാലും ഇതിലുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും ഇവർക്ക് അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുണ്ട്. മാത്രമല്ല ഏതുറക്കത്തിലും ഇദ്ദേഹത്തെ വിളിച്ച് എന്ത് കാര്യം ചോദിച്ചിരുന്നാലും കൃത്യമായിട്ടുള്ള മറുപടി ഇദ്ദേഹം പറഞ്ഞു തരികയും ചെയ്യും. അതുപോലെ തന്നെ സ്റ്റീഫൻ വിൽഷർ, ഇദ്ദേഹത്തെ ഹ്യൂമൻ ക്യാമറ എന്നാണ് വിളിക്കുന്നത്. കാരണം ഒരിക്കൽ ഇദ്ദേഹം ഒരു എയറോപ്ലെയിനിൽ സഞ്ചരിച്ച് പോയപ്പോൾ അദ്ദേഹം ആ എയറോപ്ലെയിനിൽ നിന്ന് താഴെ കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഒരു മാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഇദ്ദേഹം മറ്റൊരു സ്ഥലത്ത് ഏതാണ്ട് 10 മീറ്ററോളം നീളത്തിൽ ഇദ്ദേഹം ആ കണ്ട കാഴ്ചകൾ, ആ കെട്ടിടങ്ങളെല്ലാം അതുപോലെ വരച്ചു എന്ന് പറയാം. സോ അത്തരം ഓർമ്മശക്തിയാണ് ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അടുത്ത അസുഖം എന്ന് പറയുന്നത് ഹൈപ്പോഹൈഡ്രോട്ടിക് എക്ടോഡെർമൽ ഡിസ്പ്ലേസിയ, പോർഫീറിയ എന്ന് പറയുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ വാമ്പയർ ഡിസോർഡർ എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നായിരുന്നാലും ഇല്ലെങ്കിൽ നമ്മുടെ തലമുടി ഇല്ലെങ്കിൽ പല്ല്, നഖം അല്ലെങ്കിൽ നമ്മുടെ സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥി എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ അബ്നോർമൽ ആയിട്ടുള്ള വളർച്ചയാണ് ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന ആ ഒരു സ്കിൻ വളരെയധികം ഇരുണ്ടതായിട്ട് കാണപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകൾ എന്ന് പറയുന്നത് പരന്നതായിരിക്കും, അതുപോലെ തന്നെ വളരെയധികം കട്ടിയുള്ളതായി കാണപ്പെടുന്നു. ഇനി ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് വളരെയധികം അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത്. അതായത് എന്തെങ്കിലും എന്താണ് ഹൈപ്പർ സെൻസിറ്റീവ് ആണെന്ന് പറയാം. കാരണം ഇവർ സൺലൈറ്റിൽ അല്ലെങ്കിൽ വെയിലത്തോട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് സ്വെറ്റ് ഗ്ലാൻസ് കുറവായതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും പുറത്തു വരുന്ന വിയർപ്പിൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും. മാത്രമല്ല ഇത്തരത്തിലുള്ള വിയർപ്പ് വന്നാൽ മാത്രമേ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലായി കാണപ്പെടുകയുള്ളൂ. ഇത്തരം അസുഖം ബാധിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് വവ്വാലിനോട് സമാനമായത് കൊണ്ട് തന്നെയാണ് ഇവരെ വാമ്പയർ ഡിസോർഡർ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു അസുഖത്തെ അങ്ങനെ വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ കാണപ്പെടുന്ന EDA അല്ലെങ്കിൽ EDAR എന്നൊക്കെ പറയുന്ന ജീനുകളിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനാണ് ഈ ഒരു അസുഖം വരാൻ കാരണമാകുന്നത്. സോ ഇനി ഈ കാറ്റഗറിയിൽ അടുത്ത് വരുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് സ്റ്റോൺമാൻ ഡിസോർഡർ അല്ലെങ്കിൽ സ്റ്റോൺമാൻ ഡിസീസ് എന്ന് വിളിക്കുന്നത്, മഞ്ച് മേയർ ഡിസീസ് എന്നൊക്കെ വിളിക്കുന്നത്. സോ ഇതിന്റെ മെഡിക്കൽ നെയിം എന്ന് പറയുന്നത് ഫൈബ്രോഡിസ്പ്ലേസിയ ഒസിഫിക്കൻസ് പ്രോഗ്രസീവ എന്നാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഫൈബ്രസ് ടിഷ്യൂസ് ആയിട്ടുള്ള ഇപ്പോൾ മസിലായിരുന്നാലും ലിഗമെന്റ്സ് ആയിരുന്നാലും ടെൻഡൻസ് ആയിരുന്നാലും ഇവയെല്ലാം കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്ത് പുതിയൊരു അസ്ഥിയായിട്ട് മാറും. അതായത് നമ്മുടെ മസിലുകളിലോ അല്ലെങ്കിൽ ലിഗമെന്റ്സിലോ ടെൻഡൻസിലോ എന്തെങ്കിലും തരത്തിലുള്ള മുറിവുകൾ സംഭവിക്കുകയാണെങ്കിൽ മസിൽ ഫൈബർ ഉണ്ടാകുന്നതിന് പകരം ബോൺ ഫൈബറുകൾ ഉണ്ടാകുന്നു, അതായത് എല്ലുകൾ രൂപപ്പെടുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പല ഭാഗങ്ങൾ, അതായത് മസിലുകളായിരുന്നാലും ഇല്ലെങ്കിൽ നമ്മുടെ ജോയിന്റുകളിൽ വരുന്ന ലിഗമെന്റ്സ് ആയിരുന്നാലും ഇവയെല്ലാം പിന്നീട് രൂപാന്തരപ്പെട്ട് എല്ലുകളായി മാറുന്ന ഒരു അസുഖമാണ് ഈ സ്റ്റോൺമാൻ ഡിസോർഡർ എന്ന് പറയുന്നത്. നോർമലി നമ്മുടെ ശരീരത്തിൽ 206 എല്ലുകളുണ്ടെങ്കിലും ഈ ജോയിൻസിലെല്ലാം ഇതൊരു കവറിങ് പോലെ, അതായത് നമ്മുടെ മസിലുകളായിട്ട് നമ്മൾ ഇരിക്കേണ്ട ശരീരഭാഗങ്ങളെല്ലാം എല്ലുകളായിട്ട് കാണപ്പെടുന്നു. സോ ഈ അസുഖം ബാധിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഒരു ഫ്രീ മൂവ്മെൻറ്റ് ഉണ്ടാകില്ല. അതായത് കൈകളോ കാലുകളോ യഥേഷ്ടം ചലിപ്പിക്കാൻ പറ്റില്ല. അതായത് എല്ലാ ജോയിൻറ്റുകളും കട്ട പിടിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്താണ് ഉറച്ചു വരുന്നൊരു അസുഖമാണ്. നാളിതുവരെ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. മാത്രമല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസ്ഥികൾ എടുത്ത് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പോയതിൻ്റെ സ്ഥലത്ത് വീണ്ടും പുതിയ അസ്ഥികൾ രൂപപ്പെടുന്നു. മാത്രമല്ല ഈ ഒരു അസുഖം ബാധിക്കുന്ന ആളുകൾക്ക് 40 വയസ്സാണ് ശരാശരി ആയുസ് കണക്കാക്കുന്നത്. ഇനി അടുത്ത് വരുന്നൊരു സൂപ്പർ ഹീറോ ഡിസീസാണ്, അതായത് തണുപ്പ് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് കോൾഡിന് നമുക്ക് എന്താണ് ഇൻറെസിസ്റ്റൻറ്റ് ടു കോൾഡ് എന്നൊക്കെ നമ്മൾ. ഇപ്പോൾ നെതർലാൻഡ്സിൽ തന്നെ വിം ഹോഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ പേരിൽ ഏതാണ്ട് 26 ഗിന്നസ് റെക്കോർഡുകളാണ് ഉള്ളത്. അപ്പോൾ ഈ റെക്കോർഡുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 72 മിനിറ്റാണ് ഇദ്ദേഹം ഐസ് ബാത്ത് നടത്തിയത്. മാത്രമല്ല ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ബെയർ ഫുട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ വെറും കാലുകൾ കൊണ്ട് ഐസ് മാരത്തോൺ നടത്തിയതിൻ്റെ പേരിൽ ഏതാണ്ട് 2 മണിക്കൂറോളം ഐസ് മാരത്തോൺ നടത്തിയതിൻ്റെ പേരിലും റെക്കോർഡുണ്ട്. മാത്രമല്ല തണുത്തുറഞ്ഞിരിക്കുന്ന അല്ലെ അന്റാർട്ടിക്കയിൽ തന്നെ തണുത്തുറഞ്ഞിരിക്കുന്ന ആ ഒരു ഐസിൻ്റെ അടിയിൽ കൂടി നീന്തി തുടിച്ചതിലും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഗിന്നസ് റെക്കോർഡുണ്ട്. അതായത് ഏതാണ്ട് -27 ഡിഗ്രി സെൽഷ്യസിൽ പോലും ഇദ്ദേഹം യഥേഷ്ടം നടക്കുന്നു, ഇരിക്കുന്നു അല്ലെങ്കിൽ നീന്തുകയൊക്കെ ചെയ്യുന്നു. ഇന്നും ശാസ്ത്ര ലോകത്തിന് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം ഇദ്ദേഹം എങ്ങനെയാണ് ഇത്തരത്തിൽ സർവൈവ് ചെയ്ത് പോകുന്നത്? ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ യോഗ സെഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി വരുന്ന അസുഖമാണ് ഹൈപ്പർ തെർമീസിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂപ്പർ മെമ്മറി എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്ത് നമുക്ക് എന്ത് സംഭവങ്ങൾ നടന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് യഥേഷ്ടം ഓർമ്മിച്ച് പറയാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതരം അസുഖം. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാനിയൽ മെക്കാർട്ട്നി എന്ന് പറയുന്ന അമേരിക്കയിൽ ഒരാളുണ്ടായിരുന്നു. ഇദ്ദേഹം 1800-കളിലാണ് ജീവിച്ചിരുന്നത്. മാത്രമല്ല ഇദ്ദേഹം ഒരു ബ്ലൈൻഡ് ആയിരുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 9 വയസ്സ് മുതൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കുമായിരുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ഡേറ്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ ആ നാട്ടിൽ എന്ത് സംഭവം നടന്നു, അല്ലെങ്കിൽ ആ ഡേറ്റിൽ ആ ഒരു സമയത്ത് ഇദ്ദേഹം എന്ത് കഴിച്ചു, എന്ത് വസ്ത്രം ധരിച്ചിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ പ്രധാന വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ജിൽ പ്രൈസ് എന്നൊരു വനിതയുണ്ടായിരുന്നു. ഇവർക്ക് 14-ാമത്തെ വയസ്സ് മുതൽ ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇവർക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇത്തരം അസുഖക്കാർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട്
എപ്പോഴും തലവേദന എടുത്തുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ ക്ഷീണവും അനുഭവപ്പെടാറുണ്ട്. ഇനി എനിക്ക് തോന്നുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർ എന്ത് കാര്യം മറക്കാൻ ശ്രമിച്ചിരുന്നാലും ഇവർക്കത് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്തതാണ് ഏറ്റവും കിടിലം അസുഖം എന്ന് പറയുന്നത്, അതായത് സൂപ്പർ സ്ലീപ്പ് മ്യൂട്ടേഷൻ. അതായത് നമ്മൾ മനുഷ്യർക്ക് എത്ര ഉറങ്ങിയാലും തികയില്ല. അതായത് ഒരു 8 മണിക്കൂറല്ല 10 മണിക്കൂറല്ല 12 മണിക്കൂർ, പ്രത്യേകിച്ച് ഇപ്പം നല്ല മഴ സമയം, നല്ല തണുപ്പ്, ഒരു 12 മണിക്കൂർ കിട്ടിയാലും നമുക്ക് ഉറക്കം തികയില്ല. പക്ഷേ ഈ അസുഖം ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് വെറും 4 മണിക്കൂർ ഉറക്കം മാത്രം മതി, അവർ റിഫ്രഷ്ഡ് ആയിരിക്കും. അതായത് കേവലം 4 മണിക്കൂർ ഉറങ്ങുന്നത് വഴി ഇവർ കൂടുതൽ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നു. ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ 4 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ മതി, ബാക്കി 20 മണിക്കൂർ ഇവർ ആക്റ്റീവായിരിക്കുന്നു. ഈ 20 മണിക്കൂർ കൊണ്ട് അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്യാൻ സാധിക്കുന്നു, വളരെയധികം കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നു. ഇനി വിയറ്റ്നാമിലെ തന്നെ തായ് നോഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളിക്കാരൻ ഉറങ്ങിയിട്ട് ഏതാണ്ട് 45 വർഷമായി എന്നാണ് വിയറ്റ്നാമീസിൻ്റെ പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് 45 വർഷമായി ഒരു നിമിഷം പോലും ഉറങ്ങാതെ ഇന്നും ജീവിച്ചിരിക്കുന്നു. സോ ഇതൊക്കെയാണ് ഈ ലോകത്തിലുള്ള ചില സൂപ്പർ പവേഴ്സ്, അല്ലെങ്കിൽ സൂപ്പർ പവറുള്ള ആളുകളെന്ന് പറയുന്നത്. നിങ്ങൾക്കിതിൽ ഏത് സൂപ്പർ പവർ വേണം എന്ന് ആഗ്രഹിക്കുന്നു? സോ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.